പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വല്ലാത്തൊരു സങ്കടമുണ്ട്. ഈ വീഡിയോയിലൂടെ ആ ഒരു സങ്കടമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ എൻ്റെ വീഡിയോയുടെ തംബ്നെയിൽ ആ ഫോട്ടോസ് കണ്ടിട്ട് വീഡിയോക്കടി വന്ന് ഇതുപോലുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടരുത്. ശരിക്കും പറഞ്ഞാൽ മടുത്തു വന്നു. നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ആളുകൾ കാണുവാൻ വേണ്ടിയാണ് അതുപോലുള്ള ടൈറ്റിലും ഫോട്ടോസും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിനടിയിൽ വന്ന കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ മടുപ്പ് പിടിച്ചുപോയി. വല്ലാത്തൊരു തെറിയായിരുന്നു. വല്ലാത്തൊരു തെറിയും പ്രാക്കും, അങ്ങനെ ഒരു വല്ലാതെ വിഷമിപ്പിക്കുന്ന കമൻറ്റ്. എന്നെ ഇങ്ങനെ പ്രാകാൻ വേണ്ടി എനിക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ്. ഞാനെന്താ അതിൽ പറഞ്ഞത്? അതും ഞാൻ പറഞ്ഞതല്ല, പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്ന ഓരോ ക്ലിപ്പാണ് ഞാൻ അവിടെ വെച്ചത്. എന്നിട്ട് എൻ്റെതായ അഭിപ്രായം, സാധാരണക്കാരനായ എൻ്റെതായ അഭിപ്രായം, നിങ്ങൾക്കും തോന്നാവുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇവർ വന്ന് ഇട്ട കമൻറ്റുകൾ ഞാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്തു. എന്നാൽ നമ്മുടെ വീഡിയോ അങ്ങനെയുള്ള ആളുകൾ കാണുന്നതാണ്, ഫാമിലി. കമൻറ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? അർവിൻ നിലാവിൻ്റെ ഫാൻസ്, മദനിയത്തിൻ്റെ ഫാൻസ്, ആറ്റക്കോയ തങ്ങളുടെ ഫാൻസ്. ഇവരൊക്കെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള തെറി കമൻറ്റുകൾ ഇടുന്നത്. ഇവരൊക്കെയാണ് ഈ മജ്‌ലിസിൻ്റെ ഫാൻസ്. ഇവർക്ക് ഇതാണോ ഇതിൽ നിന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് തോന്നിപ്പോകും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാനല്ല. ഞാൻ ഒരു മജ്‌ലിസിനെയും കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാ മജ്‌ലിസിനെ കുറിച്ചാണ് പേരോട് ഉസ്താദും ഖുറാത്തങ്ങളും സിറാജുദ്ദീൻ ഉസ്താദും അങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ, അങ്ങനെ ഒരുപാട് നല്ല പണ്ഡിതന്മാർ ഇതിനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മജ്‌ലിസ് നടത്തുന്ന ആളുകളൊക്കെ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്തവരാണ്, നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ. ഇപ്പോൾ ആറ്റക്കോയ തങ്ങളായിക്കോട്ടെ, മദനിയത്തിലെ ഉസ്താദായിക്കോട്ടെ, അർവിൻ നിലാവിലെ ഉസ്താദായിക്കോട്ടെ, ഈ മജ്‌ലിസ് നടത്തുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തതും പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവർ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ തെറി കമൻറ്റുകൾ എൻ്റെ വീഡിയോക്ക് താഴെ വരുന്നത്. ഞാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്തു. ഞാൻ ചിന്തിക്കുകയാണ്, ഇവരൊക്കെയാണോ ഇവരുടെ ഫാൻസ്? ഈ മജ്‌ലിസ് കേട്ട് പഠിച്ചത് ഇങ്ങനെയുള്ള വാക്കുകളാണോ എന്ന് തോന്നിപ്പോകും. ചിലരുടെ കമൻറ്റിലൊക്കെ ജിഫ്രി തങ്ങളുടെയൊക്കെ ഫോട്ടോയാണ് അവരുടെ പ്രൊഫൈൽ പിക്ചർ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ പണ്ഡിതനൊന്നല്ല. നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാലല്ലേ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു റമദാൻ മാസമാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയായത്. അന്ന് റമദാൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യാതിരുന്നത്. കബീർ ഉസ്താദിൻ്റെ ഈ ഒരു പ്രഭാഷണം, ഞാൻ ഉസ്താദിൻ്റെ ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നതാണ്. റമദാൻ മാസമല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ അല്ലേ കേൾക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രഭാഷണത്തിനിടയിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. സമൂഹത്തെ നമുക്കോളം നാളെ 27-ാം രാവാണ്. നമുക്കത് നല്ല പവിത്രതയുള്ള രാവാണ്. എമ്പുരാന്റെ സംവിധായകനെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അദ്ദേഹത്തിന് മാർച്ച് 27. നമ്മൾ ഇപ്പോഴേ കിടന്ന് നാളെ എമ്പുരാൻ റിലീസാകണേനെ പറഞ്ഞ് നമ്മളതിനെ ആളെ കൂട്ടി കൊടുക്കേണ്ട കാര്യം എന്താണ്? വേറെ ഒരു ജോലിയില്ല നമുക്ക്. അവരെ സംബന്ധിച്ചോളം നാളെ മാർച്ച് 27. നമ്മളെ സംബന്ധിച്ചോളം നാളെ ലൈലത്തുൽ ഖദറാണ്. നമ്മൾ ഇപ്പോഴേ നമ്മുടെ സ്റ്റേജുകളും നമ്മുടെ മൈക്കുകളും നമ്മുടെ ഓൺലൈനുകളിലും ആരും എമ്പുരാൻ കാണാൻ പോവരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? എമ്പുരാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇസ്ലാമികപരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊന്നും ഇത് മനസ്സിലാവില്ല, ഈ എമ്പുരാൻ എന്താണെന്ന്. അതുപോലെ തന്നെയായിരുന്നു എനിക്കും. പുണ്യമാക്കപ്പെട്ട 27-ാം രാവിൻ്റെ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ഈ ഒരു പ്രഭാഷണം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത് എമ്പുരാൻ എന്താണ് സംഭവം? അങ്ങനെ എമ്പുരാൻ എന്താണ് സംഭവം എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ച്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ സത്യമായിട്ട് പറയുന്ന കേട്ടാ. അപ്പോൾ ഈ ഉസ്താദിൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ ഉണ്ട് എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് സിനിമാ നടൻ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോസും എമ്പുരാൻ. ഈ യൂട്യൂബിൽ എമ്പുരാനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ താഴത്ത് കിടക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് സിനിമ റിലീസിൻ്റെ കാര്യമാണ് ഉസ്താദ് പറഞ്ഞത്, മോഹൻലാലിൻ്റെ സിനിമയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്നതും അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും. അപ്പോൾ ഉസ്താദ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ആ സിനിമയുടെ എന്താണ് പറയുക, ട്രെയിലർ,
അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ട്. ഇതിപ്പോൾ നമ്മളൊന്നും പറയുമ്പോൾ ഇതുപോലെ വരണമെന്നില്ല. നമ്മളൊന്നും വലിയ യൂട്യൂബറോ വലിയ സെലിബ്രിറ്റിയോ വലിയ റീച്ചുള്ള ആളുകളല്ല. പക്ഷേ കബീർ ഉസ്താദിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ അവർക്ക് വലിയ റീച്ചുള്ള ആളാണ്, വലിയ ചാനലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ടൈറ്റിൽ അങ്ങനെ എഴുതുമ്പോൾ അതുമായി സംബന്ധിച്ചുള്ള വീഡിയോസുകൾ താഴെ വരും. അതുമാത്രമല്ല അതിനനുസരിച്ചുള്ള പരസ്യങ്ങളുമായിരിക്കും ആ വീഡിയോകളിൽ ഉണ്ടാകുക. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകുന്ന ആളുകൾ ഇതുപോലുള്ള സിനിമകൾ കാണുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ആ സദസ്സിലുണ്ടായിരിക്കുക. അറിയാത്ത ആളുകൾക്ക് ഇതൊക്കെ അറിയിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുറ്റം പറയുന്നതല്ല. നമ്മൾ ഇങ്ങനെ ഉസ്താദുമാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അത് തെറ്റല്ലേ? നമ്മുടെ മക്കളടക്കം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് പറയും നിങ്ങൾ ഉസ്താദന്മാരും പണ്ഡിതന്മാരും വല്ലാണ്ട് കുറ്റം പറയുന്നത്. ഇത് കുറ്റം പറയുന്നതല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരു പ്രഭാഷണം കേൾക്കാൻ പോകുന്ന ആളുകൾ ഇതുപോലുള്ള സിനിമ കാണുന്നവരായിരിക്കോ? ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കോ? അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല. ഇതിപ്പോൾ എൻ്റെ ഫോണിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ എന്ത് വീഡിയോ ആണോ കാണുന്നത് അതാണ് യൂട്യൂബിൽ നിറച്ചുകൊണ്ടുക. നമ്മൾ പ്രഭാഷണമാണ് കൂടുതൽ കേൾക്കുന്നത് എങ്കിൽ യൂട്യൂബ് നമുക്ക് പ്രഭാഷണം മാത്രമാണ് നമ്മുടെ ഹോം പേജിൽ ഉണ്ടാകുക. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതിനൊരു പ്രൊമോഷൻ എന്ന രീതിയിൽ പറയുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചായിരിക്കും പിന്നെ യൂട്യൂബിൽ ഹോം പേജിൽ വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാനും ഇടയാകും, ഫോട്ടോസും കാണാൻ ഇടയാകും. അപ്പോൾ നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയെക്കുറിച്ചാണ് ഉസ്താദിനെ കാണുന്ന ജനലക്ഷങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത്. അത് തെറ്റല്ലേ? എവിടെയോ ഇരിക്കുന്ന ഞാൻ കണ്ടില്ലേ ഉസ്താദ് പ്രൊമോഷൻ ചെയ്ത ഈ വീഡിയോ? ഞാനും സെർച്ച് ചെയ്ത് നോക്കിയില്ലേ എന്താണ് ഇത് സംഭവമെന്ന്. ആ ഒരു സിനിമക്ക് ഒരു പ്രമോഷനായില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കാത്തത് എന്താണെന്നറിയോ? ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ കാണുമായിരുന്നു, അത് വൈറലാവുകയും ചെയ്യും. ഈ എമ്പുരാൻ സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ ഉസ്താദ് ഈ ഒരു പ്രഭാഷണം വെച്ചത് എന്തിനാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതാണ് യൂട്യൂബർമാരുടെ ഒരു ട്രിക്ക്. നാളെ നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സംഭവം വൈറലാകും. അപ്പോൾ ഈ ഒരു സിനിമ നാളെ ഇറങ്ങുന്നത് കൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചായിരിക്കും എല്ലാവരും സെർച്ച് ചെയ്യുക. ഇതാണ് ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത്. ഒന്നും തോന്നരുത് ഞാൻ പറയുന്നത് കൊണ്ട്. വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ. ഈ ഉസ്താദ് മാത്രമല്ല, വേറൊരു ഉസ്താദ് കൂടി പറയുന്നുണ്ട്, അതും കൂടി കേട്ട് നോക്കാം. നേരത്തെ തന്നെ എമ്പുരാൻ പോയി കാണണമെന്നുള്ള നീയത്തിൽ ഇപ്പോഴേ എത്തിക്കാഫായിട്ട് ഇരിക്കുന്ന കൗമുണ്ട്. അള്ളാഹു മുളക്കാക്കട്ടെ. അതിന് ട്രീസർ ഇറങ്ങി ഞാൻ കണ്ടു തീർന്നാൽ മതി. റാഹത്ത് റമദാനിൽ ഇറങ്ങുന്ന എന്നാ പിന്നെ നേരത്തെ തന്നെ കണ്ടോണ്ട് നമ്മുടെ കൗമ തന്നെ കാണാനും പോകും. പെരുന്നാളൊന്നും ആവണ്ട, നേരത്തെ എപ്പോ റിലീസ്, ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ. റമദാൻ 1-ന്റെ അന്ന് റിലീസ് ചെയ്യുമോ പുതിയ പടം? ചെയ്യത്തില്ല. എന്താ കാരണം? നമ്മുടെ കൗമ വരണം, എന്നാലേ വിജയിക്കുള്ളൂ. 500 കോടി 50 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം. കാക്ക വരെ കുടുംബസമേതം വരുന്നാലേ റാഹത്താവും. റിലീസിന്റെ സമയം വരെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പടത്തിന് എത്ര പൈസ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു സദസ്സിലിരിക്കുന്നത് ആരൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാനിരിക്കുന്ന ആ സദസ്സിലുള്ളത് ആരൊക്കെയായിരിക്കും? അവരോടൊക്കെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫാമിലി ആയിട്ട് ഒരു പ്രഭാഷണം കേൾക്കാൻ പോയതായിരുന്നു. ആ പ്രഭാഷണത്തിലൂടെ എനിക്ക് കേൾക്കാൻ പറ്റിയത് ഇതായിരുന്നു. ഉസ്താദ് പ്രഭാഷണം പറഞ്ഞുകൊണ്ടിരിക്കെ അതിനിടയിൽ ഉസ്താദ് സംസാരിച്ചത് ഹണി റോസിനെ കുറിച്ചായിരുന്നു. ഹണി റോസിനെ കുറിച്ച് ഒരു അരമണിക്കൂറോളം ഉസ്താദ് സംസാരിച്ചു, വയലു പറഞ്ഞു. ആ ഉസ്താദും ഒരു യൂട്യൂബർ ആയിരുന്നു. പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കുകയാണ്, ഉപ്പ അതാരാണ് ഈ ഹണി റോസ്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക്. ഇവരെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുക? അറിയാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഇവരൊക്കെ. നമ്മൾ അങ്ങനെയുള്ള ഒരു ഫീൽഡിലുള്ള ആളുകളെയല്ല. അപ്പോൾ നമ്മളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു തന്നാൽ പോരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കും എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടാകും. ഇനി ഞാനായിട്ട് പറഞ്ഞിട്ട് പിന്നെ എന്നെ പ്രാകാൻ വേണ്ടി വരണ്ട. എനിക്കും മക്കളൊക്കെ ഉള്ളതാണ്. ഇതൊന്നും ഉസ്താദന്മാരെ കുറ്റം പറയാനൊന്നല്ല, ഇത് നമ്മുടെ ആവശ്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോന് ചോദിച്ച ചോദ്യം വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. നമ്മളെന്താ അവനോട് പറയുക?
ഈ ഉസ്താദിൻ്റെ പ്രഭാഷണം നമ്മൾ യൂട്യൂബിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ താഴെ വരുന്നത് ഹണി റോസിൻ്റെ വീഡിയോകളായിരിക്കും. അതാണ് യൂട്യൂബ്. ഒരുപാട് ശരികൾ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാർ ഇതുപോലെ തെറ്റുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹണി റോസിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിങ്ങനെ പറയാ, അവരുടെ ആ ഡ്രസ്സും അവരുടെ ആ കോലത്തെക്കുറിച്ചും. അവിടെ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഫാമിലി ആയിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഇതൊക്കെ പറയണ്ടെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? ഈ ഒരു ചോദ്യത്തിന് ആരാണ് മറുപടി കൊടുക്കുക? ഞാൻ ഇന്ന് രാവിലെ ഒരു മതപ്രഭാഷണം കണ്ടു. സാധാരണ മതപണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ ആ പ്രഭാഷണം കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നൊരു മൗലവിയുടെ പ്രസംഗം കേട്ടു. ഈ മൗലവിമാർ പ്രസംഗിക്കുമ്പോൾ ഖുർആനെക്കുറിച്ചും അല്ലെങ്കിൽ നല്ല മതപരമായ കാര്യങ്ങളും പറയുന്നതിനപ്പുറത്തേക്ക് ഈ സിനിമാ കാര്യങ്ങളൊക്കെ എന്തിനാണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ബബ്ബബ്ബ അടിച്ചു പോവുക. ഈ ഉസ്താദുമാർ എന്തിനാണ് ഈ ട്രെൻഡിങ് ആയ വിഷയം എടുത്തിടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊക്കെ കുറേ അഭിപ്രായങ്ങൾ പറയുന്നവരല്ലേ. ഈ ട്രെൻഡിങ് ആയ വിഷയം എടുത്ത് ഉസ്താദ് എന്തിനാണ് സംസാരിക്കുന്നത്? മുമ്പൊക്കെ അങ്ങനെയാണോ പ്രഭാഷണം പറയുന്നത് നമ്മൾ കേട്ടത്? ഇന്ന് എല്ലാ പ്രഭാഷണത്തിലും ഇന്ന് ട്രെൻഡിങ് ആയ വിഷയത്തെക്കുറിച്ചായിരിക്കും ഉസ്താദുമാർ സംസാരിക്കുക. എല്ലാ ഉസ്താദുമാരെ കുറിച്ചല്ല പറയുന്നത്. ഒരുപാട് നല്ല നല്ല പണ്ഡിതന്മാരുണ്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത, സോഷ്യൽ മീഡിയയെക്കുറിച്ചേ സംസാരിക്കാത്ത ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ബോച്ചയും ഹണി റോസുമായുള്ളൊരു വിഷയമുണ്ടായിരുന്നു. ആ സമയത്തും പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ചായിരുന്നു. ഇവരെന്തിനാണ് ആ വിഷയം എടുത്തിടേണ്ട ആവശ്യം? ഇതിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. എനിക്കിത് റീച്ച് കൂട്ടാനാണെങ്കിൽ അന്ന് പറയാമായിരുന്നു. ആ റമദാനിൻ്റെ സമയത്ത് നല്ലോണം ഓടുമായിരുന്നു. എമ്പുരാൻ സിനിമൻ്റെ റിലീസിൻ്റെ അന്നായിരുന്നു ഞാൻ കബീർ വാക്കവിയുടെ പ്രഭാഷണം കേൾക്കുന്നത്. അന്ന് തന്നെ ഇത് എനിക്ക് റിയാക്ട് ചെയ്യാമായിരുന്നു. നല്ലോണം ഓടുമായിരുന്നു. ഞാനും ഒരു സെലിബ്രിറ്റി ആവുമായിരുന്നു. സോഷ്യൽ മീഡിയ ആരും കുറ്റം പറയണ്ട. ഇന്ന് എല്ലാവരും താരമായതും അറിയപ്പെട്ടതും സെലിബ്രിറ്റി ആയതും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരുപാട് ആളുകളെ സ്റ്റാറാക്കിയത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഉസ്താദുമാരെയൊക്കെ നമ്മളെങ്ങനെയാണ് കാണുക? നമ്മളടുത്തുള്ള ഏതെങ്കിലും ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുക, അല്ലേ? ചിലരുടെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോൾ ഞാനെന്തോ കുറ്റം ചെയ്തതുപോലെയാണ്. ഞാൻ എല്ലാ വിഷയത്തെക്കുറിച്ചും പറയാറുണ്ട്. ചിലപ്പോൾ ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറയാം. മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. ഇന്ന് നല്ലതായിരിക്കും, നാളെ മോശമായിരിക്കും. അപ്പോൾ ഇന്ന് നല്ലത് കണ്ടതുകൊണ്ട് അവരെക്കുറിച്ച് നല്ലത് പറയും. നാളെ നോക്കുമ്പോഴോ അവൻ മോശമായിരിക്കും. അപ്പോൾ അവൻ മോശമായെന്ന് തന്നെ പറയും. അങ്ങനെ ഒരുപാട് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. നമുക്ക് അവരുടെ ഉള്ളം തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നല്ലവനായി നടക്കുന്നുണ്ടോ, അപ്പോൾ നമ്മൾ പറയും ആ നല്ലവനാണ്, അവൻ നല്ല നിസ്കാരമുള്ളവനാണ്. പിറ്റേന്ന് നോക്കുമുണ്ടോ അവന് മദ്യഷാപ്പിൽ അല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കേൾക്കാം. അപ്പോൾ അയാളെക്കുറിച്ച് അങ്ങനെ തന്നെ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.